അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പുതിയൊരു വർഷം നമ്മിലേക്ക് ആഗതമായി. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40 ഹദീസ് മനഃപ്പാഠമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾ കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട 40 ഹദീസുകൾ മനഃപ്പാഠമാക്കിയാൽ ധാരാളം ബെനിഫിറ്റുകൾ കിട്ടും എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കുന്തുലുഹു ഷഫീഅൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞാൻ അവന് റെക്കമെൻഡ് ചെയ്യുമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഷഫാഅത്ത് കൊണ്ട് റബ്ബ് നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹദീസിലേക്ക് കിടക്കുകയാണ്. ചെറിയ നമ്മൾ ഹദീസിലേക്ക് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ അർബഈന ഹദീസ് എന്നുള്ള കിതാബാണ്. അതിൽ മഹാനരാകുന്ന ഇമാം നബവി തങ്ങൾ പഠിപ്പിച്ച 40 ഹദീസുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. അതിൻ്റെ ചെറിയ രീതിയിലുള്ള ആശയം നമ്മൾ പറയും. ആ ഹദീസിൻ്റെ മത്തിനും അതിൻ്റെ ആശയവും മനഃപ്പാഠമാക്കാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ മനഃപ്പാഠമാകുന്ന രീതിയിലാണ് നമ്മളിത് ക്രോഡീകരിക്കുന്നത്. ഇതിൻ്റെ ലൈവ് സെഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴി പ്രത്യേകമായിട്ടുള്ള ക്ലാസ് 40 മിനിറ്റിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ ദുനിയാവിൻ്റെ കാര്യലാഭങ്ങളൊന്നും ഉദ്ദേശമില്ല. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പുതിയൊരു ബാച്ചാണ്. കാരണം ഇതുവരെ ധാരാളം ദർസുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഹദീസ് മനഃപ്പാഠമാക്കുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ആകാം. നമ്മൾ ഹദീസിലേക്ക് കടക്കുകയാണ്. അൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. ഒന്നും കൂടെ عن أمير المؤمنين أبي حفصة عمر بن الخطاب رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. ഈ ഹദീസിൻ്റെ ആശയം ചെറിയ രീതിയിൽ വിശദീകരിക്കാം. ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അവിടുത്തെ സ്ഥാനപ്പേരാണ്, അവിടുത്തെ ഓമനപ്പേരാണ് അബൂ ഹഫ്സ് എന്നുള്ളത്. അവിടുത്തെ സ്ഥാനപ്പേര് അമീറുൽ മുഅ്മിനീൻ എന്നുള്ളതാണ്. ലഖബ് അലം എന്ന് അറബിയിൽ പറയും. ഇരിക്കട്ടെ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നീയത്തുകളെ കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. ഏത് കർമ്മങ്ങൾക്കും നീയത്ത് അനിവാര്യമാണെന്ന്. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അത് അവർക്ക് ലഭിക്കും. ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ഇവിടെ ശ്രദ്ധിക്കണം, ഹിജ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ഹിജ്റ കലണ്ടർ അല്ലേ? ഹിജ്റ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥത്തിൽ മഹത്തുക്കളാകുന്ന മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, സ്വന്തം നാട്ടിൽ പരസ്യമായി ദീനിൻ്റെ ഷിആറുകൾ അംഗീകരിച്ച് ജീവിക്കാൻ പ്രയാസമാകുമ്പോൾ മറ്റൊരു നാട്ടിലേക്ക് നാട് വിടുക, അതിന് ഹിജ്റ എന്ന് പറയും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ സർവ്വതുമായിട്ട് വെടിഞ്ഞു നിൽക്കുന്നതിനും ഹിജ്റ എന്ന പേര് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടും ചെയ്യുന്ന പ്രവർത്തനമാണ് ഹിജ്റ എന്നുള്ളത്. അതിൽ പോലും നീയത്ത്, മനസ്സിൻ്റെ ഉള്ളിലെ ഉദ്ദേശം റെഡിയായിട്ടില്ലെങ്കിൽ അത് കംപ്ലൈന്റ് പറ്റിപ്പോകുമെന്നാണ് തങ്ങൾ പറയുന്നത്. ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തം ഉദ്ദേശിച്ചാണ് ഒരുത്തൻ്റെ ഹിജ്റ എങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അതേസമയം വമൻ കാനത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹ, എന്തെങ്കിലും ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടോ അവ ഇംറഅത്തി യൻകിഹുഹ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ട ഒരു പെണ്ണിന് വേണ്ടിയിട്ടോ ആണ് അവൻ്റെ ഹിജ്റ പോക്കിയെങ്കിൽ, അല്ലെങ്കിൽ അവൻ
ഇത്തരത്തിൽ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു. എന്താണ് ഈ തെറ്റുകളൊന്നും ചെയ്യാത്തത്? എന്താണ് ഡീസൻ്റായി നടക്കുന്നത്? എനിക്ക് ആ ഫാമിലിയിൽ നിന്ന് പെണ്ണ് കിട്ടണം, അല്ലെങ്കിൽ എന്തേ തെറ്റുകളും ചെയ്യാത്തത്? ഇന്ന് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിന് ശിക്ഷ വരുമല്ലോ എന്ന് അല്ലേ, എന്നാൽ ദുനിയാവിൽ കച്ചവടങ്ങൾ നഷ്ടം വരും, അല്ലെങ്കിൽ ആരോഗ്യങ്ങളിൽ പ്രശ്നം വരും. ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടുള്ളത് എങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ അവൻ എന്താണോ ആ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമാക്കിയത്, ഹിജറ കൊണ്ട് ലക്ഷ്യമാക്കിയത്, അത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള വലിയ അർത്ഥവത്തായ വാക്കുകളാണ് ഈ ആദ്യമായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസ് വേണ്ടതുപോലെ പഠിക്കുവാനും, ഞാൻ പറഞ്ഞ ആശയം പരിപൂർണമല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ ഹദീസ് മത്തിന് പഠിക്കുക, അറബി വാക്ക് പഠിക്കുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ, നിങ്ങൾക്കും ഇത് പറഞ്ഞു തന്നതിൻ്റെ പേരിൽ എനിക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഷഫാഅത്തും അതുപോലെ തന്നെ സഹായവും ലഭിക്കും. അള്ളാഹു തആല അങ്ങനെ വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓരോ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന നമ്മുടെ സെഷനിൽ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ ദിവസവും ഇന്ത്യൻ ടൈം 8:30 ടു 9:15 വരെയാണ്, 9:25 വരെയാണ് നമ്മൾ ക്ലാസ് നടക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആത്മാർത്ഥത നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിയ്യത്ത് നമ്മൾ അനിവാര്യമായി ശ്രദ്ധിക്കണം. എത്രത്തോളം ഏതേത് കർമ്മം, ഉദാഹരണത്തിന് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം, അള്ളാഹുവേ എൻ്റെയും അതുപോലെ കുടുംബത്തിൻ്റെയും ചെലവ് എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് അധ്വാനിക്കാൻ പോകുന്നത് എന്ന നല്ലൊരു ധാരണ വായ കൊണ്ട് പറയുക എന്നത് അർത്ഥമല്ല. മനസ്സിലുള്ള ധാരണ റെഡിയാക്കി കഴിഞ്ഞാൽ അതുവരെ പ്രതിഫലാർഹമാണ്. എത്രത്തോളം തങ്ങൾ പറഞ്ഞില്ലേ, എൻ്റെ പ്രിയപ്പെട്ടവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സുന്ദരമായ ഒരു പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് റെഡിയാക്കിയാൽ നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂട്ടത്തിൽ ഏത് കർമ്മം ചെയ്യുമ്പോൾ നിയ്യത്ത് അനിവാര്യമാണെന്ന് പറഞ്ഞില്ലേ, നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്തും നിയ്യത്തിൻ്റെ അനിവാര്യത നമ്മൾ മറന്നു പോകരുത്. ചില ആളുകൾ ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് ജമാഅത്ത് ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതാതെ നിസ്കരിക്കാറുണ്ട്. അത് തെറ്റായി പോകും. ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കണം. ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി ഇമാമിൻ്റെ കൂടെ അവസാനം, നിയ്യത്തിന് അവസാനം മഅൽ ഇമാമി ഔ ജമാഅത്തൻ, അല്ലെങ്കിൽ ഒന്നുകിൽ ജമാഅത്തൻ എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ മഅൽ ഇമാമി എന്ന് കരുതിയിട്ടോ നിസ്കരിക്കണം. അതല്ലെങ്കിൽ നിസ്കാരത്തിന് അവിടെ പാളിച്ച സംഭവിച്ചു പോകും. അവിടെ കംപ്ലൈൻറ്റ് പറ്റിപ്പോയാൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ സ്വീകാര്യത നഷ്ടപ്പെട്ടു പോകും. അതേപോലെ മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കി വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഒരാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉള്ളിലിരിപ്പ് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനിത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളത് എനിക്കെന്തെങ്കിലും മറ്റൊരു കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ധരിച്ച് നിങ്ങൾ എന്നെ മാർക്കിടേണ്ടതില്ല. എന്നെ മാർക്കിടേണ്ടത് ഞാനാണ്. ഓരോരുത്തരെയും മാർക്കിടുന്നത് അവനവനാണെന്ന് മനസ്സിലാക്കുക. ഇതും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല നമ്മുടെ ഇൽമൊക്കെ ഉപകാരപ്രദമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.